അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 112. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അലൈനാ ലൽ ഹുദാ വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ. സദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ലൈലിലെ 12-13 വചനങ്ങളാണ്. ഇതുവരെ നാം പറഞ്ഞു വെച്ചത് രാവും പകലും സാക്ഷിയാക്കി, ആണും പെണ്ണും സാക്ഷിയാക്കി, മനുഷ്യർ വ്യത്യസ്ത സ്വഭാവക്കാരും പ്രവൃത്തിക്കാരുമാണ് എന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചു. നല്ല സ്വഭാവങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്നവർക്ക് നന്മയും സ്വർഗീയ ജീവിതവും, ചീത്ത കർമ്മങ്ങളുടെ വക്താക്കളാകുന്നത് ആരാണോ അവർക്ക് നരക ജീവിതവും ഉണ്ടാകും എന്ന് ബോധ്യപ്പെടുത്തി. ഇതിനുശേഷം അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്, ഇങ്ങനെയൊക്കെ നടന്നില്ലെങ്കിൽ എന്താണ്. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. കുഴിയിൽ വീണ് കഴിഞ്ഞാൽ അവൻ്റെ ഭൗതിക സാഹചര്യങ്ങളൊന്നും അവൻ ഉപകരിക്കുകയില്ല, അന്നവൻ കൊണ്ടറിയും കണ്ടറിഞ്ഞില്ലെങ്കിൽ. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം അല്ലാഹു പറയുന്നു, ഇന്ന അലൈനാ ലൽ ഹുദാ. നിശ്ചയം നമുക്ക് വഴി കാണിക്കൊടുക്കേണ്ട ബാധ്യത മാത്രമേ ഉള്ളൂ. മാർഗദർശനം നൽകൽ മാത്രമാണ് നമ്മുടെ ചുമതല. പറയേണ്ടത് വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുക. തള്ളേണ്ടവർക്ക് തള്ളാം, കൊള്ളേണ്ടവർക്ക് കൊള്ളാം. ഇന്ന അലൈനാ ലൽ ഹുദാ. വഴി കാണിച്ചു കൊടുക്കൽ മാത്രമാണ്, മാർഗദർശനം മാത്രമാണ് നമ്മുടെ ബാധ്യത. വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ. അങ്ങനെ മാർഗദർശനം കാണിച്ച് ജനങ്ങൾ ആര് തള്ളുന്നു ആര് കൊള്ളുന്നു എന്ന് നോക്കി ഉപദേശത്തിന് ചെവിയോർക്കുന്നവരാര്, ഉപദേശത്തിന് നേരെ കണ്ണടക്കുന്നതാര്, ഇത് നോക്കിയിട്ട് അല്ലാഹു തആല ശിക്ഷയും രക്ഷയും നൽകുകയാണ്. അതല്ലെങ്കിൽ നിർബന്ധിത രൂപത്തിൽ ഒരാളെ നന്നാക്കിയെടുക്കുക, അള്ളാഹു ഉദ്ദേശിച്ച റൂട്ടിലൂടെ ചലിപ്പിക്കുക എന്നത് അള്ളാഹുവിനൊരു പ്രയാസമേ ഉള്ള കാര്യമല്ല. വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ. നിശ്ചയം ആദ്യത്തെ വീടും അവസാനത്തെ വീടും, അതായത് പരലോകവും ദുനിയാവും, വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ, അവസാനത്തെ വീടും ഒന്നാമത്തെ വീടും, ഭൗതിക ദുനിയാവും ആഖിറവും നമ്മുടേതു മാത്രമാണ്. അള്ളാഹു പറഞ്ഞു, ആ രണ്ടു വീട്ടിലെയും സ്വാതന്ത്ര്യം നമുക്കുണ്ട്, ആ രണ്ടു വീട്ടിലെയും സ്വാധീനം എനിക്കു മാത്രമാണ്. അപ്പൊ ദുനിയാവിൽ നിങ്ങളെ പിടിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടല്ല ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നത്. വേണമെങ്കിൽ നിങ്ങളെ കീഴ്പ്പെടുത്താൻ പടച്ച റബ്ബിന് സാധിക്കുമായിരുന്നു, യാതൊരു തർക്കവും ആ കാര്യത്തിലില്ല. നിങ്ങൾ ദുനിയാവും ആഖിറവും അള്ളാഹുവിൻ്റെ കയ്യിലാണെന്ന് വെക്കുമ്പോൾ നിങ്ങളവിടെ നന്നായതിൻ്റെ ഗുണവും, നിങ്ങൾ കേടുവന്നാൽ അതിൻ്റെ ദോഷവും നിങ്ങൾക്ക് തന്നെയാണ്. അല്ലാതെ നിങ്ങളെ മനഃപൂർവ്വം ബലാത്കാരമായി തിന്മകളിൽ നിന്ന് തടയാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ടല്ല, വിശ്വാസികളാക്കാൻ പറ്റാത്തത് കൊണ്ടല്ല. അങ്ങനെ അള്ളാഹു ഒരിക്കലും ലക്ഷ്യം വെച്ചിട്ടില്ല. മറിച്ച് കാര്യങ്ങൾ കൃത്യമായി വളച്ചുകെട്ടില്ലാതെ വിശദീകരിച്ചു തരിക, സുവിശേഷങ്ങളും താക്കീതുകളും നൽകുക. എന്നിട്ട് അത് കണ്ട് പഠിക്കുന്നവർക്ക് അതിൻ്റെ നേട്ടം, അതിനെ ധിക്കരിക്കുന്നവർക്ക് അതിൻ്റെ കോട്ടവും. ഇതാണ് പടച്ച റബ്ബിൻ്റെ തീരുമാനം. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണാം. ഇത് തന്നെയാണ് സൂറത്തു ശുഅറാഇന്റെ ആദ്യ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന നുനസ്സിൽ അലൈഹിം മിനസ് സമാഇ ആയ ഫളല്ലത് അഅനാഖുഹും ലഹാ ഖാദിഈൻ. നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ മേൽ ആകാശത്തു നിന്നൊരു ദൃഷ്ടാന്തം ഇറക്കിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അള്ളാഹു ആകാശത്ത് നിന്നൊരു സേനയെ പറഞ്ഞയച്ച് പട്ടാളത്തെ ഇറക്കി വേണമെങ്കിൽ നിങ്ങളെ ബലാത്കാരമായി നന്നാക്കാൻ പറ്റും. ഫളല്ലത് അഅനാഖുഹും ലഹാ ഖാദിഈൻ. അള്ളാഹു ഇറക്കുന്ന ദൃഷ്ടാന്തങ്ങൾക്ക് നിങ്ങളുടെ പിരടികൾ ആ സമയത്ത് കീഴ്പ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ
അള്ളാഹു മുകളിൽ നിന്ന് ഒരു ദൃഷ്ടാന്തമിറക്കുകയും ഫളല്ലത്ത് അഅ്നാഖുഹും ലഹാ ഖാദിഈൻ, ആ ദൃഷ്ടാന്തത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ ഏത്തമിടിപ്പിക്കുക, കുമ്പിടിപ്പിക്കുക, നിങ്ങളെ അനുസരിപ്പിക്കുക, നിങ്ങളെ ഏത്തമിടിപ്പിക്കാൻ റബ്ബിന് കഴിയും. പക്ഷേ റബ്ബത് വേണ്ട എന്ന് വെച്ചത് സൂറത്തു ശുഅറാഇന്റെ 4-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ്, വേണ്ട എന്ന് വെച്ചത് നിങ്ങൾ പടച്ച റബ്ബിൻ്റെ അടുത്ത് നിങ്ങൾ നന്നാവട്ടെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കേട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗദർശനം സ്വീകരിച്ചുകൊണ്ട് നന്നാവട്ടെ എന്ന് കരുതിയാണ് അള്ളാഹു ഇങ്ങനെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗദർശനം, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, അതിന് നാം ചെവിയോർക്കുക, അത് ഒരിക്കലും തള്ളിക്കളയാതിരിക്കുക. അള്ളാഹു നമ്മെ ഹിദായത്തിലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.